വിഷ്ണു, ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.5%-ഉള്ളൊരു ഇടിവുണ്ടാകുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 0.5%-ഉള്ളൊരു ഇടിവ് രേഖപ്പെടുന്നു. സെക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള ഒരു നേട്ടം ഇന്നിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. എന്തൊക്കെയാണ് മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ? നിഖിൽ പറഞ്ഞ വളരെ ശരിയാണ്. മാർക്കറ്റ് നിലവിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 110 പോയിന്റിന്റെ ഇടിവാണ് നമുക്ക് നിഫ്റ്റി 50 കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 58,845 എന്നൊരു നിലയിൽ 136 പോയിന്റ് ഇടിവ്, അതായത് 0.23% ഇടിവ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയും രേഖപ്പെടുന്നുണ്ട്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 25,767 എന്നൊരു നിലയിലായിരുന്നു ഇന്ന് നിഫ്റ്റി 50 ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നത്. നമുക്ക് ഓവറോൾ മാർക്കറ്റിൽ അത് NSE ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി ഒന്ന് പരിശോധിക്കാം. NSE സംബന്ധിച്ച് ഇന്ന് 2,825 ഓഹരികളിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. അതിൽ ആകെ 1,272 ഓഹരികളിലാണ് ഇന്ന് നേട്ടം കാണുന്നത്. 1,466ഓളം ഓഹരികൾ ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. 87 ഓഹരികൾ അൺചേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു നിലയിലുമാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇപ്പോഴത്തെ ഒരു അഡ്വാൻസ് ഡിക്ലെയർ റേഷ്യോ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നിഫ്റ്റി 50യെ സംബന്ധിച്ച് ആകെ 16 ഓഹരികളിൽ മാത്രമേ ഇന്ന് നേട്ടം കാണാൻ സാധിക്കുന്നുള്ളൂ. 35 ഓഹരികളിലാണ് ഈ ഒരു ആദ്യ മണിക്കൂറിൽ നമുക്കിന്ന് ഇടിവ് കാണുന്നത്. ഇനി നമുക്ക് നേട്ടത്തിലുള്ള ഓഹരികൾ നിഫ്റ്റി 50യിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ONGC 1% മുകളിൽ 1.18% നേട്ടം രേഖപ്പെടുന്നുണ്ട്. അദാനി എന്റർപ്രൈസ് ആണ് മറ്റൊരു നേട്ടം രേഖപ്പെടുന്ന ഓഹരി, 0.84% നേട്ടമാണ്. കൂടാതെ അദാനി പോർട്ട്, എറ്റേണൽ, ജിയോഫിൻ, SBI തുടങ്ങിയ ഓഹരികളിലൊക്കെയാണ് ഇന്ന് നേട്ടമുള്ളത്. ഡോക്ടർ റെഡ്ഡി, ഏഷ്യൻ പെയിന്റ്സ്, സൺഫാർമ, ആക്സിസ് ബാങ്ക്, കോൾ ഇന്ത്യ, സിപ്ല തുടങ്ങിയ ഓഹരികളും നേട്ടം രേഖപ്പെടുത്തിയാണ് ഈ ഒരു മണിക്കൂറിൽ ട്രേഡിംഗ് തുടരുന്നത്. എന്നാൽ ഇടിവിലോട്ട് വരുമ്പോൾ ഇന്ന് IT സെക്ടറിൽ നിന്നുള്ള ഇൻഫോസിസിന്റെ ഓഹരി 2.5% ഒരു ഇടിവ് രേഖപ്പെടുന്നുണ്ട്. കൂടാതെ ടാറ്റ മോട്ടോഴ്സ്, കൺസ്യൂമർ വെഹിക്കിൾസ് ഇന്നും 1.5% ഒരു ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ഏഷ്യർ മോട്ടോഴ്സ് 1.36% ഇടിവുണ്ട്. ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ, HDFC ലൈഫ്, ടെക് മഹീന്ദ്ര, വിപ്രോ ഇത്തരം ഓഹരികളിലാണ് ഇന്ന് 1% മുകളിലേക്ക് ഇടിവ് രേഖപ്പെടുത്തി നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് തുടരുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പ്രകടനം കൂടി നോക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്ന് 9 ഓഹരികൾ നേട്ടത്തിലാണ്, 3 ഓഹരികൾ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ഇതിൽ ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള HDFC ബാങ്ക് ഇന്ന് 0.67% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ICICI ബാങ്കിലും 0.8% ഇടിവാണ് കാണുന്നത്. കോട്ടക് ബാങ്കും ഇടിവിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഇന്ന് കാനറ ബാങ്കിൽ 1.25% നേട്ടം, ബാങ്ക് ഓഫ് ബറോഡ 0.92% നേട്ടം, പഞ്ചാബ് നാഷണൽ ബാങ്ക് 0.7% നേട്ടം എന്ന രീതിയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. സെക്ടറൽ പെർഫോമൻസുകൾ കൂടി നോക്കാം. സെക്ടേഴ്സിലോട്ട് വരുമ്പോൾ ഇന്ന് നേട്ടം രേഖപ്പെടുത്തുന്ന സെക്ടറുകളായി ട്രേഡ് ചെയ്യുന്നത് ഒന്ന് മീഡിയ, എനർജി, ഫാർമ, PSU ബാങ്ക്, ഹെൽത്ത് കെയർ, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സൂചികകളാണ്. അല്ലെങ്കിൽ ഈ ഒരു ഇൻഡെക്സുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കാര്യമായ അല്ലെങ്കിൽ 1% മുകളിലേക്കൊക്കെയുള്ള ഒരു വലിയ നേട്ടമൊന്നും ഒരു ഇൻഡെക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇടിവിലോട്ട് വരുമ്പോൾ IT ഇൻഡെക്സ് 1.32% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. കൂടാതെ FMCG, റിയൽറ്റി, പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ്, ഫൈനാൻഷ്യൽ സർവീസസ് ഇൻഡെക്സുകളും ഇന്നിപ്പോൾ ഇടിവ് രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഇനി നമുക്ക് വിപണിയിലെ ചില ന്യൂസുകളിലോട്ട് കൂടി പോകാം. നമുക്ക് എടുത്തു പറയേണ്ടത് പല പാദഫലങ്ങളൊക്കെ ലഭ്യമായിരുന്നു. അതിൽ മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ച് പാദഫലങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു പാദഫലം തന്നെ ലഭ്യമായിരുന്നു. ഏതായാലും ഇപ്പോൾ ഒരു ബ്രോക്കറേജ് കോൾ, എസ്പെഷ്യലി പറയുമ്പോൾ ബേൺസ്റ്റൈൻ്റെ ഒരു ബ്രോക്കറേജ് കോളിൽ നമുക്ക് ഇപ്പോൾ 3400 എന്ന രീതിയിലുള്ള ഒരു ടാർഗറ്റ് പ്രൈസാണ് മുത്തൂറ്റ് ഫിനാൻസിന് ലഭിച്ചിരിക്കുന്നത്. ഒരു ഔട്ട് പെർഫോം റെക്കമെൻഡേഷനാണ് ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു Q2 നോക്കുമ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്വാർട്ടർ രേഖപ്പെടുത്താൻ സാധിച്ചു എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ ബ്രോക്കറേജിനുള്ളത്. ഇനി മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ സ്ട്രോങ് AUM ഗ്രോത്ത് തുടരും എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലുണ്ട്. മാത്രമല്ല ROE നോക്കുമ്പോൾ 30% ഒരു ക്രോസ് നടത്തിയതും EPS ഗ്രോത്ത് 87% എന്ന രീതിയിലേക്കൊക്കെ എത്താൻ സാധിച്ചു എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയാണ് നിലവിൽ ബ്രോക്കറേജ് മുത്തൂറ്റ് ഫിനാൻസിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും 3400 എന്നൊരു ടാർഗറ്റ് പ്രൈസാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇനി സിറ്റി ഹീറോ മോട്ടോഴ്സിനും ഒരു ടാർഗറ്റ് പ്രൈസ് നൽകിയിട്ടുണ്ട്. ഒരു ബൈ റെക്കമെൻഡേഷൻ 6100 എന്നുള്ളൊരു പ്രൈസിലാണ് നൽകിയിരിക്കുന്നത്. Q2 റിസൾട്ട് എസ്റ്റിമേഷൻ്റെ സ്ലൈറ്റ്ലി മീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിന് ഹെഡായിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഹെഡായിട്ടുള്ളൊരു റിസൾട്ടാണ് രേഖപ്പെടുത്തിയതെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. മാത്രമല്ല ഈ ഒരു GST കട്ടൊക്കെ ഇനി ഭാവിയിൽ കമ്പനിക്ക് പോസിറ്റീവായിട്ട് വരുമെന്നും ഡിമാൻഡിലൊരു വർധനവിലുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് നൽകിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും 6100 നിലവിൽ സിറ്റി ഹീറോ മോട്ടോഴ്സിന് നൽകിയിരിക്കുന്ന ഒരു ടാർഗറ്റ് പ്രൈസ്. എങ്കിൽ ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു ആദ്യ മണിക്കൂറിൽ നെഗറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ്സിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്.